നമസ്കാരം, ഞാൻ സന്ധ്യ രഘുകുമാർ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. Powered by Fortune Industries, presented by Baba Easy English, in association with High Sleep Mattresses. ഇണക്കം തേടുന്ന കണ്ണികൾ. നടിയെ ആക്രമിച്ച സംഭവത്തിൽ ദിലീപിന് കുരുക്കുമുറുകുന്നതിനിടെ കേസുമായി ബന്ധപ്പെട്ട് MLA-മാരിൽ നിന്ന് മൊഴിയെടുക്കാൻ പോലീസ്. PT തോമസ്, അൻവർ സാദത്ത് എന്നിവരുടെ മൊഴിയെടുപ്പ് തലസ്ഥാനത്ത്. അതേസമയം ഇന്നലെ രാത്രി കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച അഡ്വക്കേറ്റ് രാജു ജോസഫിനെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. പൾസർ സുനിയുടെ അഭിഭാഷകൻ പ്രതീഷ് ചാക്കോയുടെ ജൂനിയറായ രാജു ജോസഫിൽ നിന്ന് മെമ്മറി കാർഡ് കണ്ടെടുത്തതായി പോലീസ്. നിലവിൽ ദൃശ്യങ്ങളൊന്നുമില്ലാത്ത മെമ്മറി കാർഡിൽ നിന്ന് ഫയലുകൾ ഡിലീറ്റ് ചെയ്തതാണോ എന്ന സംശയം. ഇക്കാര്യം വ്യക്തമാക്കാൻ ഫോറൻസിക് പരിശോധനയ്ക്കും നീക്കം. നടി ആക്രമിക്കപ്പെട്ട സംഭവം ആദ്യം അറിഞ്ഞവരിൽ ഒരാളാണ് PT തോമസ് എങ്കിൽ അൻവർ സാദത്തിൽ നിന്ന് മൊഴിയെടുക്കുന്നത് ദിലീപിന്റെ അടുത്ത സുഹൃത്തെന്ന നിലയിൽ. തലസ്ഥാനത്ത് വെച്ച് മൊഴിയെടുക്കുന്നത് MLA-മാരുടെ സൗകര്യം പരിഗണിച്ച്. അയലത്തു മാഞ്ഞ അപ്പുണ്ണി. ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിക്കായി അയൽ സംസ്ഥാനത്തും വലവിരിച്ച പോലീസ്. നടിയെ ആക്രമിക്കാനുള്ള ഗൂഢാലോചന സംബന്ധിച്ച് ഇയാൾക്ക് നിർണായക വിവരങ്ങൾ അറിയാമെന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം. അപ്പുണ്ണി ഒളിവിൽ പോയത് നടനോടൊപ്പം ഇയാളെയും ചോദ്യം ചെയ്യാനുള്ള പോലീസ് നീക്കത്തെ തുടർന്ന്. അപ്പുണ്ണിയുടെ മൊബൈൽ ഫോണുകൾ പരിശോധിച്ചാൽ ഗൂഢാലോചനയുടെ ചുരുളഴിയുമെന്ന് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ഇയാൾ ഉപയോഗിച്ചിരുന്ന 4 മൊബൈൽ ഫോണുകളിൽ ഒന്ന് സ്ഥിരമായി ഉപയോഗിച്ചിരുന്നത് ദിലീപ് എന്ന് കണ്ടെത്തൽ. പണം ആവശ്യപ്പെട്ട പൾസർ സുനി വിളിച്ചത് ഈ നമ്പറിലേക്കെന്നും പോലീസ്. അതിനിടെ നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ ദിലീപ് ഒരു സുഹൃത്ത് വഴി വിദേശത്തേക്ക് കടത്തിയെന്ന് റിപ്പോർട്ട്. ഫോണിനെക്കുറിച്ച് ചോദ്യം ചെയ്യലിൽ നടൻ നൽകുന്നത് അവ്യക്തമായ വിവരങ്ങൾ. ഇതിലെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തുന്നത് തടയാൻ ജാഗ്രതയുമായി സൈബർ പോലീസ്. കുഴഞ്ഞുമറിയുന്ന സമരം. സർക്കാരിന്റെയും ആശുപത്രി ഉടമകളുടെയും ഔദാര്യത്തിന് വഴങ്ങാതെ നഴ്സിംഗ് സംഘടനകൾ. സർക്കാർ നിർദ്ദേശിച്ച ശമ്പളം നൽകാമെന്ന ഉടമകളുടെ വാഗ്ദാനം സ്വീകരിക്കേണ്ടതില്ലെന്ന തീരുമാനം. ഇന്ത്യൻ നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കണ്ണൂരും കാസർഗോഡും സമരം. കണ്ണൂരിൽ നിരോധനാജ്ഞ. നഴ്സുമാരുടെ കുറഞ്ഞ അടിസ്ഥാന ശമ്പളം 20,000 രൂപയെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നതായി യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ. മുഖ്യമന്ത്രി വ്യാഴാഴ്ച വിളിച്ചിരിക്കുന്ന സമവായ ചർച്ചയിൽ പ്രതീക്ഷയെന്ന് UNA-യും തിരുവനന്തപുരത്തും കൊല്ലത്തും സമരം വേണ്ടെന്ന തീരുമാനവുമായി INA-യും. അതേസമയം കണ്ണൂരിൽ നഴ്സുമാർ സമരം നേരിടാൻ സന്നാഹങ്ങളുമായി ജില്ലാ ഭരണകൂടം. നിരോധനാജ്ഞ ഏർപ്പെടുത്തിയ ജില്ലയിൽ നഴ്സുമാർ സമരത്തിലുള്ള ആശുപത്രികൾക്ക് പോലീസ് കാവൽ. അത്യാഹിത വിഭാഗങ്ങൾ മുടങ്ങാതിരിക്കാൻ നഴ്സിംഗ് വിദ്യാർത്ഥികളെ രംഗത്തിറക്കിയും പരീക്ഷണം. കാതോർത്ത് റെയ്സിന. പ്രണബ് മുഖർജിയുടെ പിൻഗാമിയായി റെയ്സിനയിലേക്ക് ആരെന്നതിൽ ഇന്ന് തീരുമാനം. 14ാം രാഷ്ട്രപതിക്കായി പാർലമെന്റിലും നിയമസഭകളിലും നിർണായക വിധിയെഴുത്ത്. രാംനാഥ് കോവിന്ദ് പ്രണബിന് പിൻഗാമിയാകുമെന്ന് ഉറപ്പെങ്കിലും പ്രതിപക്ഷ ആശങ്ക എത്ര ശതമാനം വോട്ട് മീരാകുമാറിന് പെട്ടിയിലാക്കാൻ കഴിയും എന്നതിൽ. രാജഗോപാലിന്റേതൊഴികെ കേരളത്തിന്റെ മുഴുവൻ വോട്ടും മീരാകുമാറിന്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം 776 MP-മാരും 4120 MLA-മാരും അടങ്ങിയ ഇലക്ട്രൽ കോളേജിന്. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾക്ക് വോട്ടവകാശമില്ല. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതിയ രാഷ്ട്രപതിയുടെ പേര് പ്രഖ്യാപിക്കുന്നത് 20-ന്. ചരിത്ര തിരഞ്ഞെടുപ്പെന്ന പ്രധാനമന്ത്രിയും സങ്കുചിത ചിന്തയ്ക്കെതിരായ പ്രതിപക്ഷ കൂട്ടായ്മയുടെ തുടക്കമെന്ന സോണിയാഗാന്ധിയും. പ്രഥമ പൗരനായുള്ള വിധിയെഴുത്ത് പുരോഗമിക്കവേ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കം. അന്തരിച്ച അംഗങ്ങൾക്ക് അനുശോചനം രേഖപ്പെടുത്തി സഭ ആദ്യ ദിനം പിരിയുക. മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കാതെ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ രൂപപ്പെട്ട ഐക്യം പാർലമെന്റിലും തുടരാൻ പ്രതിപക്ഷ തീരുമാനം. ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നം, പാക് പ്രകോപനങ്ങൾ, GST എന്നിവ സർക്കാരിനെതിരെ പ്രതിപക്ഷം ആയുധമാക്കും. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. Powered by Fortune Industries, presented by Baba Easy English, in association with High Sleep Mattresses. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.